ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോ തിരുമൈ തളരുമ്പോൾ ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. യേശു അപ്പമാണ്. എന്നാൽ അവിടെ നമ്മൾ വീണ്ടും പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ അങ്ങ് പറഞ്ഞു പോകുകയാണ്. എന്താണ്? അവൻ നുറുക്കപ്പെട്ട അപ്പമാണ്. അവൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നൽകേണ്ടതിന് വേണ്ടി, നമുക്ക് അവനെ തന്നെ നൽകേണ്ടതിന് വേണ്ടി അവൻ നുറുക്കപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദിസ് ഈസ് ദ ബോഡി ദാറ്റ് ഈസ് ബ്രോക്കൺ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരം. ബ്രോക്കൺ. അപ്പം ബ്രോക്കൺ, അതായത് അപ്പം എടുത്ത് നുറുക്കുമ്പോൾ അതും ഒരു സൈനാണ്. എന്ത്? യേശു ക്രിസ്തു എനിക്ക് പകരമായി നുറുക്കപ്പെട്ടു എന്നതും കൂടെ ഈ തിരുവത്താഴത്തിൽ, ദ ഫിസിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്നാൽ ഈ അപ്പത്തിന് മറ്റൊരു അർത്ഥതലം കൂടെ ഉണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 14 മുതൽ, നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗം തന്നെയാണ്, 14 മുതലുള്ള വേദഭാഗത്ത്, അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ, നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ. ശരി, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. അപ്പൊ ശരീരം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും യേശുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരം മാത്രമല്ല, ഇവിടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? സഭയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു വാക്യം കാണുമ്പോൾ പിന്നീട് വേദപുസ്തകത്തിൽ ഉടനീളം അത് തന്നെയാണെന്നില്ല. വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഓരോ വാക്കിനും ഉണ്ട്. പൗലോസ് പറയാണ്, അവൻ്റെ ശരീരം നുറുക്കപ്പെട്ടു, അതിൻ്റെ അടയാളമാണ് നുറുക്കപ്പെടുന്നത്. എന്നാൽ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പോൾ നമ്മൾ ആ ചർച്ച്, ദ സ്പിരിച്വൽ ബോഡി ഓഫ് ജീസസ്, നുറുക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ ഫിസിക്കൽ ശരീരമാണെങ്കിൽ, ഇപ്പോൾ ഒന്നായി തീർന്നിരിക്കുന്നത് അവൻ്റെ സ്പിരിച്വൽ ശരീരമാണ്, അവൻ്റെ ആത്മിക ശരീരം. യേശുവിൻ്റെ ഭൗതിക ശരീരം നുറുക്കപ്പെട്ടു, യേശുവിൻ്റെ ആത്മിക ശരീരമായ സഭ ഒന്നായി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഫിസിക്കൽ ശരീരം നുറുക്കപ്പെട്ടു, ഓക്കെ. ആത്മീക ശരീരം നുറുങ്ങിക്കിടന്ന ആത്മീക ശരീരം എന്തായി തീർന്നു? ഒന്നായി തീർന്നു. തിരുവത്താഴത്തിൽ ഈ യൂണിറ്റിയും കൂടെ ഉള്ളടങ്ങിയിട്ടുണ്ട്, ഈ ഐക്യത. കണ്ടോ, തിരുവത്താഴത്തിൻ്റെ അർത്ഥതലങ്ങളാണ് ഞാൻ പറയാൻ പരിശ്രമിക്കുന്നത്. തിരുവത്താഴത്തിൽ നുറുക്കപ്പെട്ട യേശുവിൻ്റെ ഭൗതിക ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുമിക്കപ്പെട്ട അവൻ്റെ ആത്മശരീരമായ ചർച്ചിനെ കുറിച്ചും കൂടെ പറയുക. രണ്ടാമത്തെ സിംബോളിക് എലമെന്റ് കപ്പ്, അല്ലെങ്കിൽ പാനപാത്രം, വൈൻ. ഞാനതിനെക്കുറിച്ച് വിശദമാക്കി പറയാനായിട്ട് നമ്മുടെ സമയം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ദാറ്റ് ഷോസ് ദാറ്റ് ജീസസ് ഈസ് ദ ലാംബ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നതിൻ്റെ സൈനാണ് ഒഴിക്കപ്പെടുന്ന, poured out, പകരപ്പെടുന്ന. ഞാൻ പറഞ്ഞല്ലോ, നുറുക്കപ്പെടുന്ന എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് പകരപ്പെടുന്ന എന്ന് പറയുന്നത്. ഇതിനെല്ലാം സയൻസ് ഉണ്ട്. അതായത് യേശുവിൻ്റെ ഭൗതിക ശരീരം നുറുക്കപ്പെട്ടു, യേശുവിൻ്റെ രക്തം ഒഴിക്കപ്പെട്ടു, അല്ലെങ്കിൽ പകരപ്പെട്ടു. പാനപാത്രത്തെക്കുറിച്ച് അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുക എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം. അപ്പോൾ പാനപാത്രം അവൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. പാനപാത്രം കുടിക്കുമ്പോൾ ഞാൻ അവൻ്റെ രക്തം പകരപ്പെട്ടതിനെ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് സിംബോളിക് എലമെന്റ്സ്, ഭക്ഷണവും അല്ലെങ്കിൽ അപ്പവും വീഞ്ഞുമാണെങ്കിൽ, സിംബോളിക് ആക്ട് എന്ന് പറയുന്നത് ബ്രോക്കൺ, നുറുക്കപ്പെടുക, പകരപ്പെടുക, ഭക്ഷിക്കുക, കുടിക്കുക. ഇതെല്ലാം സിംബോളിക് ആക്ട്സ് ആണ്. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പൗലോസ് പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ. സൈൻ, സിംബൽസ് ആണ്. 4 സിംബൽസ് അവിടെ കാണുന്നുണ്ട്. ബ്രോക്കൺ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഫിസിക്കൽ ബോഡി.
എന്നാൽ അതേപോലെ തന്നെ സ്പിരിച്വൽ ബോഡി ചേർക്കപ്പെട്ടു. പക്ഷേ പലരായ നാം ഒരു അപ്പമായി തീരേണ്ടതിന് പൊടിഞ്ഞ ഒരപ്പമായി തീരുകയാണ്. അപ്പോൾ സഭ ഒരുമ ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് ബ്രോക്കൺ ആയെങ്കിലേ പറ്റുള്ളൂ, പൊടിഞ്ഞേലേ പറ്റുള്ളൂ. ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് ആരും പൊടിയുന്നില്ല. പൊടിയാത്തത് കൊണ്ട് എന്താ ഒന്നാകുന്നില്ല. കടിക്കുക, കല്ല് കടിക്കുക. ജിമ്മിച്ചായൻ പറഞ്ഞ ഒരു ഉദാഹരണം വേറൊരാൾ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടി സാധാരണ രീതിയിൽ പൊടി വാങ്ങിച്ച് ഇപ്പം ഗോതമ്പ് പൊടിക്കുകയാണല്ലോ. അപ്പം പൊടിക്കുന്ന കൂട്ടത്തിൽ, പാറ്റിയ കൂട്ടത്തിലും ഒന്നും കയ്യിൽ പെടാതെ ഒരു ഗോതമ്പ് അങ്ങ് ചാടിപ്പോയെന്ന് വയ്ക്കുക. എന്നിട്ട് പൊടിച്ചപ്പോഴും അതിനകത്ത് പൊടിഞ്ഞു പോയില്ല. ഒടുവിൽ എന്താ, അത് കുഴച്ചപ്പോഴും നമ്മുടെ കയ്യെ പിടിക്കേണ്ടതാണ്, പക്ഷേ കയ്യെ പിടിച്ചില്ല. എങ്ങനെയോ അത് പിന്നെ ആ ഒരു കഷണമായിട്ട് തന്നെ കിടന്നു. എന്നിട്ട് ഇത് പരത്തിയപ്പോഴും എങ്ങനെയോ ഇതിനകത്ത് അങ്ങ് പെട്ടു. പക്ഷെ ചുട്ട് കഴിഞ്ഞാൽ ഇത് വേഗത്തില്ല. കാര്യം എന്ത് ചെയ്തിട്ടില്ല, ഇത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പൊടിഞ്ഞിട്ടില്ല. ഒടുവിൽ പരത്തി വീട്ടുകാരി കൊണ്ടു കൊടുത്തത് വീട്ടുകാരൻ്റെ മുമ്പിലാണ്. അയാൾ കടിച്ചപ്പോഴത്തേക്ക് ഇത് പല്ലിടങ്ങി കയറി. അന്ന് വരെ ചിലപ്പോൾ ഓഫീസിൽ പോകാൻ പറ്റിയില്ലെന്നിരിക്കും. ഞാൻ പറഞ്ഞത് എന്താ, ഒരുമിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആദ്യം പൊടിയണം. അതുകൊണ്ട് പൊടിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലരായ നാം ഒരപ്പമായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം നുറുക്കപ്പെട്ടു, യേശുക്രിസ്തുവിൻ്റെ ആത്മശരീരം പൊടിഞ്ഞ ഒന്നായി തീരുകയാണ്. ആ യൂണിയനിലേക്ക്, ആ യൂണിറ്റിയിലേക്ക് നമ്മൾ വന്നേരേ പറ്റുകയുള്ളൂ. അപ്പോൾ നുറുക്കപ്പെടുന്ന ശരീരം തിന്നുക എന്നുള്ളതാണ് അടുത്തത്, ഈറ്റിംഗ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് 48 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, 48, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് യഹൂദന്മാർ പറഞ്ഞു യേശുവിനോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ നമ്മൾ അപ്പം നുറുക്കപ്പെടുന്നതിനൊരു അടയാളമുള്ളതുപോലെ തന്നെ ഒരു അടയാളം എന്തിനും കൂടെ ഉണ്ട്, അപ്പം ഭക്ഷിക്കുന്നതിനകത്തുണ്ട്. അത് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു കവനന്റിൻ്റെ, ഒരു ഉടമ്പടിയുടെ, യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ ഉടമ്പടിയൊക്കെ അവസാനിക്കുന്നത് ഒരു ഭക്ഷണത്തോടു കൂടെയാണ്. ഇസഹാക്കും അബീമേലെക്കും തമ്മിൽ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് വലിയൊരു വിരുന്നൊരുക്കി. ആ വിരുന്നിലൂടെ നമ്മൾ ഇന്ന് കടലാസിൽ സൈൻ ചെയ്യുന്നത് പോലെ ഒരു വലിയ വിരുന്നൊരുക്കിയിട്ട് ആ ഉടമ്പടി ഉറപ്പാക്കുകയാണ്. അത് ഉടമ്പടിയുടെ ഭക്ഷണമാണ്. അത് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തപ്പോൾ നോഹ ദൈവത്തിന് കൊടുത്ത ഭോജനയാഗത്തിൻ്റെ സ്മെല്ല് കർത്താവ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, അതിൻ്റെ വാസന മണത്തു. അബ്രഹാമുമായിട്ട് ദൈവം ഉടമ്പടി ഉണ്ടാക്കി. അബ്രഹാമിൻ്റെ അടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. സീനായിൽ വെച്ച് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവിടെ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മൂപ്പന്മാർ ഭക്ഷിച്ച് ആരാധിച്ചെന്നാണ്. അതിൻ്റെ അർത്ഥം എല്ലാ ഉടമ്പടിയോടും ചേർന്ന് എന്തോ ഉണ്ട്, ഒരു ഭക്ഷണമുണ്ട്. അത് ഉടമ്പടിയുടെ ഭക്ഷണമാണ്. അതുകൊണ്ടാണ് കർത്താവ് തിരുവത്താഴത്തിൻ്റെ സമയത്ത് പറയുന്നത്, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നിയമം, പുതിയ നിയമം എന്ന് പറയുന്നത് ബ്ലഡ് ഓഫ് മൈ ന്യൂ കവനന്റ് ആണ്, ഉടമ്പടിയാണ്. നിയമം എന്ന് പറയുന്നത് പുസ്തകമാണെന്നല്ല, ഉടമ്പടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ആളുകൾ പറയും പഴയ നിയമമെല്ലാം പോയി പുതിയ നിയമം വന്നു. അങ്ങനല്ല.
പഴയ ഉടമ്പടിയാണ് മാറിയത്, പഴയ പുസ്തകമല്ല മാറിയത്. കവനൻ്റാണ്. നിയമം എന്ന് നമ്മുടെ വേദപുസ്തകത്തിൽ തർജിമ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിയമം എന്ന് പറയുന്ന പുസ്തകമല്ല, പ്രത്യുത ഉടമ്പടിയാണ്. നിയമത്തിന് വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നത് ന്യായപ്രമാണം എന്ന് തന്നെയാണ്. ഉടമ്പടിക്ക് മാറ്റമുണ്ടായി, പക്ഷേ പുസ്തകത്തിന് മാറ്റം ഉണ്ടായില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ? അതുകൊണ്ട് പഴയ നിയമം ആർക്കും എടുത്തു കളയാനും മറ്റും പറ്റത്തില്ല. ആ നിയമം മാറിയെന്നല്ല എഴുതിയിരിക്കുന്നത്, ആ ഉടമ്പടി പുതുക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ? ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചില റിച്വൽസിന് വ്യത്യാസമുണ്ടാകാം, പക്ഷെ ആ ഉടമ്പടിയുടെ ആ നിയമത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ആചാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ നിയമത്തിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പരിച്ഛേദന കഴിക്കാത്തത്. കാര്യം ആ ഉടമ്പടിയുടെ ആചാരമായിരുന്നു പരിച്ഛേദന. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷേ പുതിയ നിയമം വന്നതോടുകൂടെ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, എല്ലാം പോയടാ. അതെല്ലാം പോയി. കാര്യം അതെല്ലാം എന്താണ്? പഴയ നിയമമാണ്. ഇനി കൊല ചെയ്യുകയോ വ്യഭിചാരം ചെയ്യുകയോ എന്നാണോ അതിൻ്റെ അർത്ഥം? എന്തിനാ? ഇതൊക്കെ സാധാരണ കാര്യങ്ങളല്ലേ, ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പോകത്തില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പഴയ ഉടമ്പടിയുടെ ആചാരങ്ങൾ മാറിയിട്ടുണ്ട്. ആചാരങ്ങളെ മാറിയിട്ടുള്ളൂ, റിച്വൽസ് മാത്രമേ മാറിയിട്ടുള്ളൂ, നിയമം മാറിയിട്ടില്ല. ഓക്കെ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഇവിടെ നമ്മൾ കർത്താവ് പറയാണ്, ഈ ഉടമ്പടി അല്ലെങ്കിൽ ഏൻഷ്യൻ നിയർ ഈസ്റ്റിൽ ഉടമ്പടി ചെയ്യുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭക്ഷണത്തിലൂടെ ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും കടന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ നിന്നെ ആരെങ്കിലും തൊട്ടാൽ അവൻ എന്നെ തൊടുന്നു, ആരെങ്കിലും എന്നെ തൊട്ടാൽ അവൻ നിന്നെ തൊടുന്നു. കാര്യം ഇപ്പോൾ ഈ ഭക്ഷണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും കടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ഇത് അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് പറയുന്നത്, ഉടമ്പടി അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ പുറകെ വന്നാൽ മതി എന്നാണ്. കർത്താവ് പറയാണ്, ദേ ഇന്നലെ നിങ്ങൾ അപ്പം തിന്നാൻ എൻ്റെ പുറകെ വന്നു, പക്ഷേ ഇനി നിങ്ങൾ അപ്പം തിന്നാൻ പോരാ, എന്നെ തിന്നണം. എന്നെ തിന്നാൽ എന്തോ പറ്റും? എന്നെ തിന്നാൽ ഞാൻ അകത്ത് കയറിയിരിക്കും, പിന്നെ നിനക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റത്തില്ല. യേശു അകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതും ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഓ ഇത് കഠിന വാക്ക്. എന്താ കഠിന വാക്ക്? അവർക്ക് അർത്ഥം മനസ്സിലായതുകൊണ്ടാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇത് വായിച്ചിട്ട് ഇത്ര കഠിന വാക്ക് എന്ന് പറയാൻ എന്തുവാ? അർത്ഥമില്ലാത്ത വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാകും. തിന്നണം, ഞാൻ അകത്ത് കയറും, അവൻ എൻ്റെ കൂടെ ഇരിക്കും, ഞാൻ അവനിലിരിക്കും. ഇതൊക്കെ നമുക്ക് ചിലപ്പം ഹ്യൂമൻ വേയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്നല്ല അവർ പറയുന്നത്, ഇത് കഠിന വാക്ക്. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞു, ഉടമ്പടി ചെയ്യാൻ തയ്യാറുണ്ടോ? എന്നാൽ മാത്രം ഇനി എൻ്റെ പുറകെ വന്നാൽ മതി, അല്ലാതെ അപ്പം തിന്നാൻ വരണ്ട. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഉടമ്പടി ഒന്നും ചെയ്യാനൊന്നും വയ്യ. പിന്നെ ഇഫ് ദർ ഈസ് ഈറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ് വി വിൽ കം ഫോർ ദ മീറ്റിംഗ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് മീറ്റ് ഈറ്റിംഗ്. ഭക്ഷണത്തിന് മീറ്റിങ്ങിന് ശേഷം ഈറ്റിംഗ് ഉണ്ടെങ്കിൽ വരാം. കർത്താവ് പറഞ്ഞു, ആ പരിപാടി നിർത്തി. ഇനി ഉടമ്പടി ഉള്ളവൻ ചെയ്യുമ്പോൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയോ? പറഞ്ഞ മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അപ്പം ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഓർമ്മയാണ്. അന്നേരമല്ല ഉടമ്പടി ചെയ്യുന്നത്. ഉടമ്പടി നമ്മൾ നേരത്തെ ചെയ്തു, പക്ഷെ നമ്മൾ ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പോറിങ്, അതെന്താണ്? ഞാനോ പാനീയയാഗമായി അർപ്പിക്കപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നില്ലേ? അതൊരു സിംബോളിക് മീനിങ് ആണ്. അതായത് മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. അത് നമ്മൾ കുടിക്കുമ്പോൾ, അതുകൊണ്ടാണ് 55 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നോക്ക്, ആ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ ഒരു സൈനാണ്, സിമ്പലാണ്. അപ്പോൾ തിരുവത്താഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ അതേസമയം അത് ആർക്കും മനസ്സിലാക്കാത്ത ഒരു കാര്യവുമല്ല. ഇതിനൊരു ആന്തരിക അർത്ഥമുണ്ട്, അല്ലാതെ ഇതിൻ്റെ ഗ്രീക്കും ഹീബ്രു ഒന്നും അല്ല വിഷയം. എന്താണ് ആന്തരിക അർത്ഥം? ഈ തിരുവത്താഴത്തിലൂടെ യേശു നിങ്ങളിലേക്ക് പ്രവേശിച്ച ഉടമ്പടിയെ
പുതുക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഓർക്കുകയാണ്. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ തളരുമ്പോൾ, ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ തളരുമ്പോൾ, ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. ആദിയിലേതനിൽ ആദാമിൻ പാതകം ആകെയും തീർക്കാനായി നീ മരിച്ചു. ആദിയിലേതനിൽ ആദാമിൻ പാതകം ആകെയും തീർക്കാനായി നീ മരിച്ചു. നീതിമാനായവൻ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, നീതിമാനായവൻ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ തളരുമ്പോൾ, ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. നിന്റെ വരവിനായി കാത്തിരിക്കും ഞാൻ എന്നാളും ഈ മണ്ണിൽ എൻ നാഥനേ. നിന്റെ വരവിനായി കാത്തിരിക്കും ഞാൻ എന്നാളും ഈ മണ്ണിൽ എൻ നാഥനേ. പൊന്നുനാഥനായി ഞാൻ കാതോർക്കുമേ ഇനി എന്നാളും മണ്ണിടത്തിൽ. പൊന്നുനാഥനായി ഞാൻ കാതോർക്കുമേ ഇനി എന്നാളും മണ്ണിടത്തിൽ. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ തളരുമ്പോൾ, ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ തളരുമ്പോൾ, ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ.